ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ ഭാഗം 2002. ഇന്ന് ജൂൺ മാസം 24-ാം തീയതി. ഈ ആണ്ടിലെ 175-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് ചെറിയ യാക്കോബിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അൽഫായുടെ മകൻ യാക്കോബ് എന്നാണ് പുതിയ നിയമത്തില് അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നത്. ഈ അപ്പോസ്തലനെ പറ്റി പുതിയ നിയമത്തിൽ മറ്റൊന്നും പറയുന്നില്ല. അൽഫായുടെ മകൻ എന്നറിയപ്പെടുന്ന വേറൊരാളും അപ്പോസ്തല സംഘത്തിലുണ്ട്. മത്തായി എന്ന് മറുപേരുള്ള ലേവിയാണ്. അതുകൊണ്ട് തന്നെ ഈ മത്തായിയുടെ സഹോദരനാണ് ഈ ചെറിയ യാക്കോബ് എന്നൊരു പാരമ്പര്യവും പറച്ചിലും ഉണ്ട് കണ്ടു. നമ്മുടെ കർത്താവിനെ അനുഗമിച്ച ഒരു സ്ത്രീകളുടെ സംഘത്തെക്കുറിച്ച് പറയുന്നില്ലേ? ആ കൂട്ടത്തില് ഈ യാക്കോബിന്റെ അമ്മ മറിയ ഉണ്ടായിരുന്നു. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് അതിന്റെ 40-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഈ ചെറിയ യാക്കോബ് എന്ന വിളിപ്പേര് നമുക്ക് അവിടെ കാണാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരെന്നറിയില്ല. മറ്റൊരു യാക്കോബ് പന്തിരുവരുടെ സംഘത്തിൽ ഉള്ളതുകൊണ്ടാണോ ഇദ്ദേഹം ചെറിയ യാക്കോബ് എന്ന് അറിയപ്പെട്ടതെന്നും അറിയില്ല. അറിയപ്പെടാത്ത അപ്പോസ്തലനാണ് യാക്കോബ്, ചെറിയ യാക്കോബ്. യാക്കോബിനെ പറ്റി ഐതിഹ്യങ്ങളോ പാരമ്പര്യ കഥകളോ അധികമൊന്നുമില്ല. ആ ദേശത്ത് മാത്രം സുവിശേഷം അറിയിച്ച് ഒടുവില് രക്തസാക്ഷിയായി ക്രൂശിക്കപ്പെട്ടെന്ന് ഒരു ഐതിഹ്യമുണ്ട്. പൊതുവെ പറഞ്ഞാൽ ചെറിയ യാക്കോബ് അധികമൊന്നും അറിയപ്പെടാത്ത അപ്പോസ്തലനാണ്. അവന്റെ ജീവചരിത്രം എഴുതുവാൻ ആരുമുണ്ടായില്ല. ഒരു രാജ്യത്തെയും പാട്രൺ സെയിന്റ്, രക്ഷക പുണ്യവാളനായി അറിയപ്പെടുന്നുമില്ല. അതുകൊണ്ട് തന്നെ അജ്ഞാത വിശ്വാസികളുടെ രക്ഷക പുണ്യവാളൻ എന്ന് അറിയപ്പെടേണ്ടതാണ്. അജ്ഞാത വിശ്വാസികൾ അതാരാ? ക്രിസ്തുയേശുവിന് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ലക്ഷോപലക്ഷം വിശ്വാസികൾ തങ്ങൾക്കായി തന്നെ യാതൊരു പേരും ശേഷിപ്പിക്കാതെ കടന്നുപോയിട്ടുണ്ട് കേട്ടോ. അവൽ പലരുടെയും ചരിത്രം എഴുതുവാനോ നേട്ടങ്ങളെ പുകഴ്ത്തുവാനോ ആരും ഉണ്ടായിട്ടില്ല. അപ്പോസ്തോലിക കാലത്ത് യെരുശലേമിൽ പീഡനമുണ്ടായപ്പോൾ അപ്പോസ്തോലന്മാരൊഴികെയുള്ള വിശ്വാസികൾ പല ദേശങ്ങളിലേക്കും ചിതറിപ്പോയിരുന്നു. അങ്ങനെ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചുവെന്നും അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവർ ആരെല്ലാമാണ്, അവരെന്തെല്ലാം ചെയ്തു എന്നൊന്നും അറിഞ്ഞുകൂടാ. അവർ പോയ സ്ഥലങ്ങളിലെല്ലാം തിരുവചനം സുവിശേഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ക്രിസ്തീയ സഭ വർദ്ധിച്ച് വളർന്നത്. ദൈവരാജ്യത്തിന്റെ സേവനത്തിൽ വിശ്വസ്തയോടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള എത്രയോ ആളുകൾ അന്നും ഇന്നുമുണ്ട്. ദൈവരാജ്യത്തിനു വേണ്ടി വളരെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളവർ, പീഡനകാലങ്ങളിൽ കഷ്ടതകൾ അനുഭവിച്ച് രക്തസാക്ഷിത്വം പോലും വരിച്ചിട്ടുള്ളവർ, ദൈവം തങ്ങളെ ആക്കിവെച്ച സ്ഥാനങ്ങളിൽ ശാന്തമായി വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചു സാക്ഷിച്ചു. അവരുടെ ചരിത്രമൊന്നും എഴുതപ്പെട്ടിട്ടില്ല. അവരുടെ പേരുകൾ അജ്ഞാതമാണെന്നാണ്. എന്നാൽ സ്വർഗത്തിൽ അവരുടെ പേരുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. സുവിശേഷ പ്രയത്നത്തിനു ശേഷം തന്റെ അടുക്കൽ മടങ്ങി വന്ന 70 ശിഷ്യന്മാരെ നോക്കി യേശു പറയുന്നുണ്ട്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലാണ് സന്തോഷിക്കേണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നാണ്. സ്വർഗത്തിൽ പേരെഴുതപ്പെടുക. കീർത്തി നേടണമെന്നില്ല, അറിയപ്പെടണമെന്നുമില്ല. യേശുവിൽ വിശ്വസിക്കുകയും അനുഗമിക്കുകയും യേശുവിൽ പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്തിട്ടുള്ള എല്ലാവരുടെയും പേർ അവിടെ സ്വർഗത്തില് ദൈവത്തിന്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതേ ദൈവം തങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടെ യേശുവിനെ സേവിക്കുകയും സാക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ലക്ഷോപലക്ഷം അറിയപ്പെടാത്ത വിശ്വാസികളുടെ ഒരു പ്രതീകമായിട്ട്, ഒരു നേതാവായിട്ട് ചെറിയ യാക്കോബ് മാറുന്നുണ്ട്. ചെറിയ യാക്കോബിന്റെ വിലയേറിയ മധ്യസ്ഥയിൽ നമുക്കും അഭയപ്പെടാം. അറിയപ്പെടാതെ പോകുന്നതിൽ നമുക്കിനി പരിഭവമോ സങ്കടമോ പാടില്ല. അറിയപ്പെടാതെ പോകുന്ന അനേകരില് നമ്മൾ ഒരാളായാൽ ചെറിയ യാക്കോബ് അതിനും ഒരു പരിഹാരവും മാതൃകയും ആശ്വാസവുമായി നമ്മുടെ മുമ്പിലുണ്ട്.
പ്രാർത്ഥനയോടുകൂടി. ആമേൻ.